വീടിൻ്റെ അടിത്തറയിൽ നിന്ന് മാന്തിയെടുത്ത മണ്ണെല്ലാം ഇതാണ്ട് ഇവിടെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ച് മണ്ണൊന്നുമല്ല അവൻ മാന്തിയെടുത്തത്, അതും ഭയങ്കര ജോലി തന്നെ ചെയ്തു. ഇന്നെനിക്ക് ഒരാളെ കിട്ടിയുള്ളൂ. ഇതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ കാണും. ഈ ട്രാപ്പ് വെച്ചാണ് ഞാൻ അവനെ പിടിച്ചത്. വീടിൻ്റെ അടിത്തറയെ നമ്മൾ ആരും അറിയാതെ ഇളക്കുക, എന്നിട്ടിതേ അതെല്ലാം ഇവിടെ മൺകൂനയായിട്ട് കൂട്ടിയിടുക. ഇവൻ ആരായിരിക്കും? ചില്ലറക്കാരനല്ലല്ലോ, പക്ഷേ അവനെ ഞാൻ പിടിച്ചു. ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ട്രാപ്പ് ഇവിടെ വെച്ചത്. ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും ഇതാണ് കണ്ട സീൻ. ഈ മുകളിൽ വെച്ചിരുന്ന ട്രാപ്പ്, അതായത് ഇവിടെയായിരുന്നു ഞാൻ ട്രാപ്പ് വെച്ച്, അതും എല്ലാം കൂടെ ഉരുട്ടി അവനിവിടെ താഴെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. മുറ്റത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി സൈഡ് മുഴുവനും നമ്മൾ ചെറിയൊരു ട്രഫ് കൊടുത്തിരിക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് നട്ടിരിക്കുക. ഈ ട്രഫ് വെച്ചതോടുകൂടിയേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നിരിക്കാനും അവർക്കിത് കുഴിക്കാനും മാന്താനും ഒക്കെ നമ്മളായിട്ട് നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. സോ ഇപ്പം ഞാനിത് ഒരാളെ പിടിച്ചു, പക്ഷേ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇഷ്ടം പോലെ ആൾക്കാർ കാണും. ഇതിനകത്ത് ഇനി കൂടെ ഈ പെട്ടി വെക്കണം. ഇനി ഞാൻ പല പെട്ടികൾ ട്രൈ ചെയ്താണ്, ഒടുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എന്താണേലും അവർ നല്ലപോലെ ജോലി ചെയ്തു. ഒറ്റയ്ക്കാണോ കൂട്ടമായാണോ ജോലി ചെയ്യുന്നുള്ള ഒറ്റ സംശയമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ കുഴി കുഴിക്കാനോ ഇത്രയും മണ്ണെടുത്ത് വെളിയിടാനോ അവർക്ക് ഒരാൾക്ക് പറ്റുമോ? പല എലിപ്പെട്ടികൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. ആക്ച്വലി ഇങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലായിരുന്നു ഞാൻ ഈ ട്രാപ്പർ വെച്ചിരുന്നത്. അവൻ ആ ഫുഡിൽ കടിച്ചു, അപ്പം മരണവെപ്രാളത്തിൽ ഇത് താഴോട്ട് വീണതാണ്. ഇങ്ങനെ വീഴാതെ തെറിച്ചു പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിലൊരു ഹോളുണ്ട്. ആ ഹോൾ ഇട്ടിട്ട് നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിടണം. അവൻ്റെ ഫുഡൊന്ന് കടിക്കാൻ പോലും പറ്റിയില്ല. അതിന് മുമ്പായിട്ട് ആ ഹാമർ വന്ന് അടിച്ച് കണ്ണൊക്കെ തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിയും. പല എലിപ്പെട്ടികൾ ഉപയോഗിച്ചിട്ടും എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ റാറ്റ് ട്രാപ്പർ തന്നെയാണ്. ഇതിനകത്ത് എലിയെ പിടിക്കുമ്പോഴേ ഈ എലി ചത്ത് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കിതിനെ ഡിസ്പോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ള പെട്ടികളിൽ പിടിക്കുമ്പോൾ പിന്നെ നമ്മളതിനെ കൊല്ലാൻ നോക്കണം. ഈ കൊല്ലുക എന്ന് പറയുന്നൊരു വളരെ ദയനീയമായ അവസ്ഥയാണ്. എന്നെക്കൊണ്ട് അത് ഒട്ടും പറ്റില്ല. നമ്മൾ വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചോ ഒക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാം ഇങ്ങനൊരു റാറ്റ് ട്രാപ്പറിൽ. സൂപ്പർ സംഭവമാണ്. കുറച്ച് സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഈ പിടിച്ച എലിയെയും നമ്മൾ കളയില്ല, ഇതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് എടുത്തത്. കൈ പോലും തൊടണ്ട. ഇതിങ്ങനെ എടുത്തു കഴിയുമ്പോൾ നേരെ താഴേക്ക് പോകും. അപ്പോൾ ഇത് അവിടെ കിടന്ന് ഡിസോൾവ് ആയിട്ട് വന്നോളൂ. സോ നമ്മുടെ പിടിച്ച ഈ എലിയെയും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. തുറക്കുക. ഇതിൻ്റെ മുകളിൽ ഈ ഹുക്ക്, ഇതിൻ്റെ കഴുത്തേലാണ് ഇപ്പോൾ വന്ന് ഈ ട്രാപ്പർ വീണിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഇവനെ ഇടുന്നത്. ജസ്റ്റ് ഇതങ്ങ് പൊക്കുക. ഇപ്പോൾ ഇവൻ താഴോട്ട് പൊക്കോളൂ. യെസ്, പോയി. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമുക്കിവനെ കൊല്ലാനും നിൽക്കണ്ട, പിന്നെ അത് കുഴിച്ചിടാനും നിൽക്കണ്ട. നമ്മുടെ വീട്ടിലെ എലിയെ പിടിക്കാനായിട്ട് പല മാർഗങ്ങളും ഞാൻ നോക്കിയിരുന്നു. പെട്ടികളിൽ വെക്കും, പിന്നെന്താ പ്രൊഫഷണലായിട്ടുള്ള എലിപ്പിടുത്തക്കാരെ വരെ കൊണ്ടുവന്നു. അവരാണെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ബോർഡ് പല സ്ഥലത്ത് വെച്ചു എലിയെ പിടിക്കാൻ നോക്കി. ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല. സെയിം ടൈം ഞാൻ ഈ എലിപ്പെട്ടി വെച്ച്, നമ്മുടെ ഇങ്ങനത്തെ പഴയ കാലത്തെ എലിപ്പെട്ടി വെച്ച് ഇതുപോലത്തെ ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. ഇത് വെച്ചായിരുന്നു ഞാൻ ഇത്രയും നാളും പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രശ്നം, ഈ വീഴുന്ന എലിയെ നമ്മളെങ്ങനെ കൊല്ലും? പിന്നെ ഇത്രയും വലിയൊരു പെട്ടിയാകുമ്പം എത്ര വലിയ ബക്കറ്റിനകത്താണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്? ഇത് കംപ്ലീറ്റ് മുങ്ങിക്കിടക്കണം, എന്നാലല്ലേ അത് ചാകത്തുള്ളൂ. അല്ലെങ്കിൽ വെയിലത്ത് വയ്ക്കണം. പിന്നെ ഈ ഒരു പെട്ടിക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം ഇതിൻ്റെ സ്പ്രിങ് ആക്ഷൻ പോകും. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു 3-4 പെട്ടി ഞാൻ എടുത്ത് കളഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഈ ഒരു സാധനം. പക്ഷേ ഇത്ര നാൾ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും തോന്നിയൊരു സാധനം ഇത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു റാറ്റ് ട്രാപ്പറിന് ആകെയുള്ളത് 5 പാർട്സാണ്. ഓക്കെ, 1 by 1 ആയിട്ട് പോകാം. ഇതാണ് ഫുഡ് ഹുക്ക്. അതായത് ഫുഡ് നമ്മൾ ഇവിടെയാണ് ഹുക്ക് ചെയ്ത് വെക്കുന്നത്. ആ ഫുഡ് ഹുക്കിൻ്റെ ട്രിഗറാണ് ഇവിടെ.
പിന്നെയുള്ളത് ഹാമർ, അതായത് നമ്മുടെ ചുറ്റിക പോലെ വന്നടിക്കുന്ന ഹാമർ. ഇതാണ് ഹാമർ ഹുക്ക്. ഈ ഹുക്ക് നമ്മൾ ടൈറ്റാക്കി ഇവിടെ ഹോൾഡ് ചെയ്തിടുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഈ ചെറിയ ഹുക്കിലാണ് ഇവിടെ. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഹോള്. ഈ ഹോള് നമ്മൾ ഏതെങ്കിലും അടുത്ത ഒരു സ്റ്റേബിളായിട്ടുള്ള, അതായത് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കെട്ടിയിടണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പോൾ എനിക്ക് പറ്റിയ പോലെ തന്നെ നമ്മുടെ എലി വന്നിരുന്ന് അടിച്ചു കഴിഞ്ഞത് താഴേക്ക് വീഴും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാനും ഇത് തെറിച്ച് പോകാതിരിക്കാനും വേണ്ടി നമ്മൾ ഇതെവിടെയെങ്കിലും കെട്ടിയിടുന്നത് നല്ലതാണ്. ഇത്രയേ ഉള്ളൂ ഇതിനുള്ള പാർട്സ്. ഈ റാറ്റ് ട്രാപ്പർ വെക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഫുഡ് ഇവിടെ ഹുക്ക് ചെയ്യണം. അതിനുശേഷമേ ഇത് ഈ ജാമർ വലിച്ച് ഹുക്കുമായിട്ട് കണക്ട് ചെയ്യാമുള്ളൂ. സോ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏത് സാധനം വേണേലും ഇവിടെ ഫുഡായിട്ട് ഹുക്ക് ചെയ്യാം. ഞാൻ യൂഷ്വലി ഹുക്ക് ചെയ്യുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഒരു തേങ്ങാപ്പൂളോ ഒരു ചെറിയ ഉണക്കമീൻ്റെ പീസോ ഏതാണേലും കുഴപ്പമില്ല. ഏതാണേലും ഇവർക്ക് ഒരു സ്മെല്ല് കിട്ടി ഇവർ അട്രാക്റ്റ് ചെയ്ത് വരണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻറ്റൻഷൻ. സോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചിരുന്നത് ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ ഒരു കൊച്ചു തിൻ പീസ് എടുക്കുക. കാരണം ആ ട്രാപ്പറിൻ്റെ നമ്മൾ ഫുഡ് ഹുക്കിൻ്റെ മുകളിൽ പോകരുത്. ഒരു ചെറിയ പീസ്. സോ ഞാനൊരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ലൈസ് എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ഫുഡ് ഹുക്കിൽ പൊക്കുക. ഈ ഫുഡ് ഹുക്കിൽ നമ്മളിതിനെ നല്ല രീതിയിൽ ഹുക്ക് ചെയ്തിടുക. ഇതാണ്ടേ, ഇത് നമ്മുടെ ട്രിഗർ വെച്ച് നോക്കണം ഇത് ഇളകി പോകുന്നുണ്ടോ എന്ന്. ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ജാമർ, ഇതിനെ നമ്മളിവിടെ ഹുക്ക് ചെയ്യണം. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നിലത്ത് വെച്ചേ ചെയ്യാവുള്ളൂ. കൈ പിടിച്ചുകൊണ്ടൊന്നും ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. കയ്യിലോട്ട് ഇത് അടിച്ചു വീഴും. നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ദേ ഇങ്ങനെ പിടിച്ചു വലിച്ച് ഈ ഹുക്കിനകത്തിടുക. ദേ ഇപ്പോൾ ഒരു സൗണ്ടും കേൾക്കാം. ഈ ഹുക്കിനകത്ത് ഇതിങ്ങനെ കിടക്കും. ഇതാണ് സംഭവം. എപ്പോൾ ചെയ്താലും കൈ നമ്മുടെ മാറ്റി പിടിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് താഴോട്ട് വന്നാൽ നമ്മുടെ കൈ അതിനിടയ്ക്ക് പെട്ടുപോകും. ഇങ്ങനെ വെക്കുക. ഇപ്പോൾ ഇത് ലോക്ക്ഡായി. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. എലി വന്ന് വലിക്കും. ഇതാണ് സംഭവം. ഈ സൗണ്ടോടുകൂടി ഇത് എലിയുടെ കറക്റ്റ് കഴുത്തെ തന്നെയായിരിക്കും വന്ന് വീഴുക. സോ ഇങ്ങനെയാണ് സംഭവം. ശരിക്കും ഞാനെടുത്ത കമ്പി ഇത് പ്ലാസ്റ്റിക്കാണ്. അതാണ് ഈ ഹാമർ വന്ന് വീണപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടത്. ഞാനും ഞെട്ടിപ്പോയി. ഇമാജിൻ നമ്മുടെ ഈ പ്ലാസ്റ്റിക് വടിയെ എലിയാണെങ്കിൽ എലിയുടെ തല ഇവിടെ ഇരിക്കും ഈ ഫുഡിൽ. പിന്നെ കഴുത്ത് ദേ ഈ ജാമറിൻ്റെ ഇവിടെയാകും. അതാണ് നമ്മൾ ആദ്യമേ കണ്ടത് ഇന്നേ ഞാൻ പിടിച്ച എലിയുടെ. സോ ഓൺ ദ സ്പോട്ട് ഒരു കണ്ണടയ്ക്കാനോ കണ്ണ് ചിമ്മാനോ പോലും അവർക്ക് അവസരം കിട്ടാത്ത രീതിയിൽ അവരപ്പം തന്നെ ചത്തുപോവാണ്. സോ ഇതൊരു നല്ല യൂസ്ഫുൾ സാധനമാണ്. അധികം വിലയില്ല. ഇതിൻ്റെ പല സൈസസ് അവൈലബിൾ ഉണ്ട്. വലിയ പന്നിയിലെ പിടിക്കാനായിട്ട് വലുതുമുണ്ട്. ഇനി ഞാനിവിടെ വാങ്ങിച്ചത് ഒരു ചെറിയ സാധനമാണ്. സോ പറ്റുവാണെങ്കിൽ എലിയുള്ളവർ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും.